ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ നഗരവാടിക കാണാൻ പോയ വീഡിയോ ആണ് ഇത്. ഇന്നലെ ഞങ്ങളുടെ അവിടെ വിയോരം ഡിപ്പോയിലാണ് ഈ സംഭവം. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഏക വനം ഉള്ളത് വിയോരത്താണ്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തൂടെ പോയി കഴിഞ്ഞാൽ കാടിൻ്റെ ഉൾവശമൊക്കെ കാണാൻ പറ്റും. അവിടെ സിറ്റിംഗ് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് വെയിൽ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ഇഷാങ്കുട്ടനും കൂടെ കണ്ടത്തിലൊക്കെ പോയി കൊയ്ത്ത് കാണാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 6 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയപ്പോഴത്തേക്ക് നമ്മുടെ അമ്പക്കുട്ടൻ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ. അവനിതൊക്കെ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അവൻ ഇങ്ങനെ ഒരു ഔട്ടിങ്ങിനായിട്ട് വരുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഒരുപാട് റീൽസ് കണ്ടിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ആരും ഇവിടെ വന്നിട്ടില്ലെന്നുള്ളതാണ് കേട്ടോ. ഞങ്ങളുടെ അയലത്തങ്ങ് കാര്യം നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയത്തില്ലേ, അതാണ് സംഭവം. പക്ഷെ ദൂരെ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരികയും ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ വീട്ടിലോ അടുത്തുള്ളവരൊക്കെ വളരെ അപൂർവമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിള്ളേർക്കൊക്കെ വരുവാണെങ്കിൽ നല്ല ഓപ്ഷനാണ്. കാര്യം ഞങ്ങൾ വെയിൽ താന്നിട്ട് വരാം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. കാര്യം നല്ല തണലും വെയിലും ഒന്നുമില്ല കേട്ടോ. നല്ല മാവും വലിയ മാവൊക്കെ ഉണ്ട്. ആ മാവൊക്കെ കാണുമ്പോൾ എനിക്ക് അച്ഛനൊക്കെ പറഞ്ഞ കഥയാണ് ഓർമ്മ വരുന്നത്. പണ്ട് ഇവിടെ ഇങ്ങനൊന്നും അല്ലായിരുന്നേ. അപ്പോൾ അച്ഛനൊക്കെ ഇവിടെ കുളിക്കാൻ, ഞാനിപ്പോൾ ഇവിടെ ഒരു 6ൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അച്ഛനൊക്കെ കുളിക്കാൻ വരുന്നത് അമ്പലത്തിൽ തൊട്ടപ്പുറത്ത് അമ്പലമാണ് ഞങ്ങളുടെ അയ്യപ്പൻ അമ്പലം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്ന് ഇവിടെ വന്നാണ് എല്ലാവരും കുളിക്കുന്നത്. ഇവിടെ അപ്പോൾ അച്ഛനൊക്കെ ഇതാണ് കേട്ടോ ഈ ആറ്. അപ്പോൾ അച്ഛനൊക്കെ മാങ്ങ പെറുക്കി നടന്നതും അന്നത്തെ കാലത്ത് ഈ മാങ്ങയും ചക്കയൊക്കെ ആയിരുന്നല്ലോ എല്ലാവരും കൂടുതലും കഴിക്കുന്നത് വിശപ്പ് മാറ്റാനായിട്ട്. അപ്പോൾ മാങ്ങ പെറുക്കുന്നതും അവർ കസിൻസ് എല്ലാവരും പിന്നെ അച്ഛൻ്റെ സിബ്ലിങ്സും എല്ലാവരും കൂടെ വരുന്നതൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. ഈ കാട്ടിൽ നിന്നാണ് അച്ഛനാണെങ്കിൽ ഒരു പട്ടിക്കുട്ടിയെ എടുക്കാൻ പോയി അച്ഛനെ കടി കിട്ടിയതൊക്കെ കേട്ടോ. അതൊക്കെ അച്ഛൻ പറയുന്ന കഥകളാണ് ഞങ്ങളോട്. ഈ ശാങ്കുട്ടൻ അവിടെ ഒരു ഫ്രണ്ടിനെ കെട്ടി, പിന്നെ അച്ചുചേട്ടനും ഉണ്ടായിരുന്നു. 3 പേരുടെ അവിടെ കളിയായിരുന്നേ. പക്ഷെ നമുക്ക് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, 1/2 മണിക്കൂറേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. 6:30 ആകുമ്പോൾ അവിടെ ക്ലോസിങ് ടൈമാണ്. പിന്നെ അവർ കുറച്ച് നേരം കൂടെ നമുക്ക് ഉള്ളത് കൊണ്ട് ഇച്ചിരി നേരം കൂടെ അവർ കഴിഞ്ഞിട്ടാണ് ക്ലോസ് ചെയ്ത് കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ, സേവ് ദ ഡേറ്റ്, പിള്ളേരുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകൾ അവിടെ ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ നാട് ഇത്രയും നല്ല വികസിത ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ ഇവിടോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അച്ഛനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1-2 പ്രാവശ്യവും. പിന്നെ നമ്മുടെ ഡിപ്പോയാണ്, ടിമ്പർ ഡിപ്പോയാണിത്. അപ്പോൾ അവിടെ വോട്ട് ചെയ്യാനും വന്നിട്ടുണ്ട്. അല്ലാതെ ഞാനങ്ങനെ വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം എനിക്ക് പേടിയാണ് സത്യത്തിൽ. ഈ കാടിനകത്ത് പാമ്പുണ്ടോ ചേരുണ്ടെന്നൊക്കെയുള്ള പേടികളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം അങ്ങോട്ടെല്ലാം മുളകൾ വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങോട്ടൊക്കെ സിറ്റിംഗ് ചെയറൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തൂടെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വീട്ടിൽ വരുന്ന ദിവസം നമുക്ക് നോക്കിയിട്ട് രാവിലെ ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൂടെയൊക്കെ പോയി കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൂടെ ആളൊക്കെ വരും കേട്ടോ. ഇതിനകത്ത് കൊട്ടവഞ്ചി സെറ്റപ്പൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ